സോ വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് ഡേ ഓഫ് വീട്ടിലെ കല്യാണം. നമ്മളെ ഹസ്ബൻഡിൻ്റെ ട്വിൻ ബ്രദേഴ്സിൻ്റെ കല്യാണമാണ്. അതുതന്നെ രണ്ട് പേരുടെ കല്യാണമാണ്, 2 കപ്പിൾസിൻ്റെ. നമുക്ക് യോറോക്ക് ഒരു സ്റ്റാൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നിൽ എൻട്രൻസിൽ ചെറിയൊരു സ്റ്റാൾ ഉണ്ട് യോറോക്ക്. നമ്മളെ പെർഫ്യൂമിൻ്റെ സാമ്പിളും കാര്യങ്ങളും വരുന്ന ഗസ്റ്റസിന് നമുക്ക് ട്രൈ ചെയ്യാനും അതേപോലെ അവർക്കൊക്കെ അതിൻ്റെ സ്മെല്ലൊന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു ചെറിയൊരു കൗണ്ടർ പോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത്. നമ്മൾ 3 പ്രൊഡക്റ്റും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളെ സിഗ്നേച്ചർ കളക്ഷനിലുള്ള 2 പ്രൊഡക്റ്റും ലെബിയോറും അതേപോലെ തന്നെ കയാലിസും അതേപോലെ ഇല്ലുമും നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ വെന്യൂവിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ യോറിൻ്റെ ചെറിയൊരു കൗണ്ടർ പോലെ സ്റ്റാൾ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രൈഡിനെയും ഗ്രൂമിനെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെന്യൂലോട്ട് ബ്രൈഡ്സും ഗ്രൂംസും എത്തിയപ്പോൾ ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് അവരെ വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരും ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്യുന്നുണ്ട്. ആ ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മളെ 2 ബ്രൈഡ്സും 2 ഗ്രൂമും എത്തിയിട്ടുണ്ട് വെന്യൂലോട്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഗൈസ്, ഇപ്പോൾ ബ്രൈഡിന് മാത്രമല്ല ഗ്രൂംസിനും എൻട്രി ഉണ്ട്. ഇത് ഗ്രൂംസിൻ്റെ എൻട്രി ഇവർ സെറ്റാക്കിയതാണ്. എൻ്റെ ഹസ്ബൻഡും അതേപോലെ വേറൊരു കസിനും ഇവരാണ് ഈ ഒരു ഗ്രൂമിൻ്റെ എൻട്രി സെറ്റാക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരാൻ പോണത് ബ്രൈഡിൻ്റെ എൻട്രിയാണ്. ബ്രൈഡിൻ്റെ എൻട്രി എങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ നമ്പറാണുള്ളത്. എല്ലാവരുടെ കയ്യിലും ഇതാ ഒരു ഫ്ലവർ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും നമ്മൾ സ്കൂളിൽ അസംബ്ലിക്ക് ലൈൻ നിൽക്കണ പോലെ എല്ലാവരും ഇങ്ങനെ ലൈൻ അസംബിൾ ചെയ്തിട്ട് അങ്ങനെ ഒരു എൻട്രിയാണ് ബ്രൈഡൽ എൻട്രി നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. എന്നിട്ട് ബ്രൈഡ്സ് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ സൈഡിലോട്ട് മാറിയിട്ട് നമ്മളെ കയ്യിലുള്ള റോസ് പെറ്റൽസ് അവരുടെ അടുത്തേക്ക് എറിയുക. ഈ ടൈപ്പ് ഓഫ് ബ്രൈഡൽ എൻട്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് കസിൻസ് എല്ലാവരും കൂടിയും പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ കസിൻസ് എല്ലാവരും 2 സൈഡിലായിട്ട് നിന്നിട്ട് ഇനി ബ്രൈഡ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് മെയിൻ ഗൈസ് ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒരു അക്ഷരം പറയാതെ ബ്രൈഡ്സും ഗ്രൂമും എന്നല്ല ആരും ഒരു മുന്നോട്ട് അടിയത് വെക്കൂല. കണ്ട അവരൊരു ഇൻസ്ട്രക്ഷന് വേണ്ടി മാത്രമാണ് ഇവർ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത്. അവർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ സ്റ്റേജിലോട്ട് പോവുകയാണ്. ഇവർ പോകുമ്പോൾ നമ്മളെ കയ്യിലുള്ള പെറ്റൽസ് ഇവരടുത്തേക്ക് അറിയാം. ഒരു ടൈപ്പ് ഓഫ് എൻട്രിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗൈസ്. ഒരു അടിപൊളി എൻട്രി തന്നെയായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വെറും ചെറിയ എൻട്രി, ഇനി മെയിൻ എൻട്രി വരാൻ പോകുന്നുള്ളൂ ഗൈസ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ മെയിൻ എൻട്രി നമ്മളും സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒട്ടും കുറച്ചില്ല. ഫയർ വർക്ക്സ് ഉണ്ട്, സ്മോക്ക് ഉണ്ട്, ബബിൾസ് ഉണ്ട്, എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഇവർക്കുള്ളൊരു ബ്രൈഡൽ എൻട്രി അല്ല സ്റ്റേജിലോട്ടുള്ളൊരു എൻട്രി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടാ നമ്മൾ കണ്ടില്ലേ, വൈറ്റ് ബബിൾസ് ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർ സ്റ്റേജിലോട്ടുള്ളൊരു എൻട്രി ആണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു എൻട്രി സോങ് ഒക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഇവർ ഓൾറെഡി ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവർ പറയും, അതിനനുസരിച്ച് ഇവർ ഓരോരുത്തരായിട്ട് സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ബ്രൈഡ്സിന് ഒരു എൻട്രി കൊടുത്തു എന്നുള്ളത്. ആ ഒരു സൈഡ് വിഷ്വലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ ബബിൾസ് നല്ല വൈറ്റ് ബബിൾസാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗായ്സ്. അടിപൊളിയായിട്ട് കേട്ടോ. കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഈ ഫസ്റ്റ് എൻട്രി കൊടുത്തിട്ടുള്ളത് അജനൻ്റെയും ഹായതിൻ്റെയും ആണ്. അപ്പോൾ ബ്രൈഡ്സ് എന്താ പറയുക, ഫോട്ടോഗ്രാഫർമാർ പറയുന്നുണ്ട് ഓക്കെ ഞങ്ങൾ പറയുമ്പോൾ കയറിയാൽ മതി. അപ്പോൾ അവർ ഓക്കെ പറയുമ്പോൾ ഇവർ കയറും. കണ്ട ഓക്കെ എന്ന് പറഞ്ഞു, അപ്പോൾ ഇവർ കയറി. അപ്പം തന്നെ നമ്മൾ ഫയർ വർക്ക്സ് കൊടുക്കണം. ഇതേപോലെ കോൺഫെറ്റി പൊട്ടിച്ചിട്ട് മേലിൽ അത് വരും. എല്ലാതും അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്. ഇതൊക്കെയാണ് ഇപ്പോൾ മെയിൻ പരിപാടി. കണ്ട പിന്നെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ കറക്കും വേണം ഗായ്സ്. കണ്ട ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഈ എൻട്രി എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റിൽ അറിയിക്കണം. ഇങ്ങനത്തെ ടൈപ്പ് എൻട്രീനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ പറയണം. അടിപൊളിയാണ് ഗായ്സ്. നമ്മൾ അവിടെ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കണവരും നിൽക്കണവരൊക്കെ ഇത് കണ്ട് നിൽക്കുകയാണ്. കണ്ട കുട്ടികൾ അവിടെ നിന്ന് ചാടി കളിക്കുന്നുണ്ട്. അത്രയും എക്സൈറ്റഡ് ആയിരിക്കണം കുട്ടികൾ എൻട്രി കണ്ടിട്ട്. അടിപൊളി സോങ് ആണ്, ബാക്ക്ഗ്രൗണ്ടിൽ എല്ലതും ഉണ്ട്. ഇനി നെക്സ്റ്റ് ഉള്ളത് നിസ്നിൻ്റെയും ഫഹദിൻ്റെയും എൻട്രിയാണ്. അതും ഇതേപോലെ ഫയർ വർക്ക്സ് ഉണ്ട്, കോൺഫെറ്റി പൊട്ടിച്ച് മേലെ വരുന്നുണ്ട്, എല്ലതും ഉണ്ട് ഗായ്സ്. എല്ലതും നമ്മൾ ഒന്നിനും മോശം കുറച്ചില്ല. നമുക്ക് 2 എൻട്രി ഉണ്ട് ഗായ്സ്. ആദ്യത്തെ കപ്പിൾസിൻ്റെ കഴിഞ്ഞു, ഇത് 2ാമത്തെ കപ്പിൾസിൻ്റെ ആണ്. അതേപോലെ തന്നെ സ്റ്റേജിലിട്ട് കറക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെയുണ്ട് നമ്മളെ 2 എൻട്രി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലോലി നമ്മളെ വെഡ്ഡിങ് ഫോട്ടോ സെഷനിലോട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഉമ്മ ഉപ്പ അതേപോലെ തന്നെ വീട്ടിലെല്ലാവരും. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളും പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമ്പർ എവിടെയാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമ്പർ തന്നെ ഫസ്റ്റ് ഫോട്ടോ എടുത്തപ്പോൾ കിട്ടിയില്ല ഗായ്സ്. പിന്നെ ഞാൻ 2ാമത് പോയിട്ട് പിന്നെ അവളെ അവിടെ നിന്നൊക്കെയോ പിടിച്ചോടുന്നു. അവിടെ അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് കളിക്കുന്നു ഗായ്സ്. 2ാമത് ഓളെ പിടിച്ചോടുന്നു. ഓളും വെച്ചിട്ട് നമ്മൾ ഒരു ഫോട്ടോ എടുത്തു. വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത് നമ്മളെ ഫാമിലിയാണ്, നമ്മളെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. ഉമ്മ ഉപ്പ സിബ്ലിങ്സ് ഉണ്ട്, അതേപോലെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, സിസ്റ്റർ ഇൻ ലോൻ്റെ മക്കളുണ്ട്. നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ സെക്ഷനും അതേപോലെ വീഡിയോ സെക്ഷനാണ്. വീഡിയോഗ്രാഫർമാർ ഫോട്ടോ മാത്രമല്ല നമ്മളോട് സംസാരിക്കാനും പറയുന്നുണ്ട്. ആ ഒരു ഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്.
അപ്പോൾ നമ്മുടെ ഫോട്ടോ സെഷനുകൾ ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഫാമിലിയാണ്, അതേപോലെ തന്നെ എൻ്റെ സിബ്ലിങ്സും കാര്യങ്ങളും എൻ്റെ സിസ്റ്റേഴ്സും അവരുടെ മക്കളും എല്ലാവരും കൂടി നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഒരു കപ്പിൾസിനെ എൻട്രി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ പോയി ഫുഡ് കഴിച്ചു. ഇത് ഞാൻ ഒറ്റക്ക് ബ്രൈഡ്സിൻ്റെ കൂടെ എടുത്തു, പിന്നെ നമ്മൾ സിസ്റ്ററിലോ എല്ലാവരും കൂടി വെച്ചിട്ട് ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും എടുത്തു. പർപ്പൂർ ഫാമിലി മൊത്തം ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, എല്ലാതും അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി ഫുഡ് കഴിച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഓരോ സെക്ഷനുകളും ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഫോട്ടോ സെഷൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് അവർ വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറയാണ്. ആദ്യം എടുത്ത് വീഡിയോ ശരിയില്ല, പിന്നെ അതേപോലെ യോന്നോ എന്തോ സൗണ്ട് ഉണ്ടാക്കി വീഡിയോ എടുത്തു. പിന്നെ അതേപോലെ ഉമ്മാൻ്റെ ഫാമിലി, നമ്മളെല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ പരിപാടിയും അവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ 4 പേരുമായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഒരു ഭക്ഷണം കഴിച്ച് പിന്നെ അതിന് ശേഷം ഫുള്ള് ഫോട്ടോ സെഷനും കാര്യങ്ങളും മാത്രമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കസിൻസ് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നുള്ള ഒരു ഫോട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വീഡിയോസ് എടുക്കുന്നുണ്ട്, അതിന് സംസാരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ കസിൻസ് എല്ലാവരും കൂടി അതിങ്ങനെ കറങ്ങണ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഫോട്ടോസും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യോറോൻ്റെ കാര്യങ്ങളും സ്റ്റാളൊക്കെ മുന്നിലോട്ട് പോയി ഞാൻ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് എന്താണ് വന്ന ഗസ്റ്റസ് ഒക്കെ എന്താണ് നമ്മളെ പെർഫ്യൂമിനെ കുറിച്ച് പറയുന്നത്, ഏതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെയും പോയി നോക്കുന്നുണ്ട്. അപ്പോൾ വന്ന ഗസ്റ്റ് എല്ലാവരും നമ്മളെ പെർഫ്യൂം ഓരോന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരോട് പേഴ്സണലി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഏതാ ഇഷ്ടമായത്, എങ്ങനെയുണ്ട് ഗായ്സ്, എങ്ങനെയെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും. അപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന ഗസ്റ്റസിന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം. നമ്മളെ 3 പെർഫ്യൂം ആയാലും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഓരോരുത്തർക്ക് പിന്നെ പേഴ്സണലി ഓരോന്നേക്കാരും കൂടുതൽ ഇഷ്ടമാവുക. ചിലർക്ക് ലെവിയോറാണ് കൂടുതൽ ഇഷ്ടമായത്, ചിലർക്ക് ഇല്ലുമാണ് കൂടുതൽ ഇഷ്ടമായത്, ചിലർക്ക് കയാലീസാണ്. എല്ലാവർക്കും നമ്മളെ യോറോ പെർഫ്യൂംസ് ഇഷ്ടമായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അത്രയ്ക്ക് വിശേഷമുള്ളൂ ഗായ്സ്. അപ്പോൾ അടിപൊളിയായിരുന്നു കല്യാണം. നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മളെ വീട്ടിലെ കല്യാണം. സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ നമുക്കറിയാലോ ഒരു ബ്രൈഡിന്റെ വീട്ടിലായിരുന്നു നമുക്ക് ഫസ്റ്റ് ഡേ കല്യാണം. സെക്കൻഡ് ഡേ നമ്മളെ വീട്ടിലത്തെ കല്യാണമാണ്. 2 ബ്രൈഡും 2 ഗ്രൂമുമായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോസ് വരാണ്ട്, നാട്ടിലത്തെ ഒരുപാട് വ്ളോഗ്സ് വരാണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.